മാസത്തെ നീതി നിർവഹണ കാലയളവിന് ശേഷം വിരമിക്കാൻ ഒരുങ്ങുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ മുഖ്യ ന്യായാധിപനായി അദ്ദേഹം ശുപാർശ ചെയ്തിരിക്കുന്നത് BR ഗവായിയാണ്. 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാൻ പോകുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ദളിത് വ്യക്തിയാണ്. നീതി നിർവഹണത്തിലെ നിർഭയ സാന്നിധ്യമായ BR ഗവായിയെ അറിയാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് പത്മഭൂഷൺ രാമകൃഷ്ണ ഗവായ്. മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെയാളാണ് ഗവായ്. 1985 25ാം വയസ്സിലാണ് അദ്ദേഹം അഭിഭാഷക മേഖലയിലേക്ക് തുടക്കം കുറിക്കുന്നത്. മഹാരാഷ്ട്ര ഹൈക്കോടതി ജഡ്ജിയും മുൻ അഡ്വക്കേറ്റ് ജനറലുമായ രാജ ബോൺസാലയ്ക്ക് ഒപ്പമാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചത്. 1987 ബോംബെ ഹൈക്കോടതിയിൽ സ്വതന്ത്ര പ്രാക്ടീസ് ആരംഭിച്ചു. 1992 ഓഗസ്റ്റ് മുതൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി നിയമിതനായി. 2000 ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായി. പിന്നീട് 2000 പബ്ലിക് പ്രോസിക്യൂട്ടറായും പ്ലീഡറായും നിയമിതനായി. 2003 നവംബർ 14 ബോംബെ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിതനായി. 2005 ജഡ്ജിയായി സ്ഥിര നിയമനം. 2019 മെയ് 24 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്നത്. കുറ്റാരോപിതരായ വ്യക്തികളുടെ വീടുകൾ നിയമപരമായ നടപടിക്രമങ്ങളിലല്ലാതെ പൊളിച്ചു മാറ്റുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അതിനിർണായക വിധി പ്രഖ്യാപിച്ചത് ഗവായ് അടങ്ങുന്ന ബെഞ്ചാണ്. സംസ്ഥാനങ്ങളുടെ ഏകപക്ഷീയമായ നടപടിക്കേറ്റ അടിയായിരുന്നു ഇത്. 2016 നോട്ട് അസാധുവാക്കൽ കേന്ദ്ര നിലപാടിനെ അംഗീകരിച്ച ബെഞ്ചിലും ഗവായ് ഉണ്ട്. 2023 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന അനുച്ഛേദം 370 റദ്ദാക്കിയ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിസ് BR ഗവായ്. ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കിയ ബെഞ്ചിലും ഗവായുടെ സാന്നിധ്യമുണ്ട്. ലോക്സഭയിൽ നിന്നും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ മാനനഷ്ട കേസിലെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തതിലും ടീസ്റ്റ സെതൽവാദിന്റെ മോചനത്തിന് കാരണമായ വിധിയുമടക്കം ശ്രദ്ധേയം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ കാലാവധി ദീർഘിപ്പിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് റദ്ദാക്കിയതും BR ഗവായ് അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ്. നടപടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് റദ്ദാക്കിയത്. 2022 നവംബർ 11 രാജീവ് ഗാന്ധി വധക്കേസിൽ 3 പതിറ്റാണ്ടിലേറെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 6 പ്രതികളെ മോചിപ്പിച്ചുള്ള വിധിയും BR ഗവായുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റേത്. തമിഴ്നാട്ടിൽ വണ്യ സമുദായത്തിൽ 10.5% സംവരണം അനുവദിച്ച് തമിഴ്നാട് സർക്കാരിന്റെ വിധി റദ്ദാക്കി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ബെഞ്ചിന്റെ ഭാഗവുമായിരുന്നു ജസ്റ്റിസ് BR ഗവായ്. ഇക്കഴിഞ്ഞ മാസം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അസാധാരണമായ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലേക്ക് 6 സുപ്രീം കോടതി ജഡ്ജിമാർ ഇറങ്ങി പുറപ്പെട്ടു. ജസ്റ്റിസ് BR ഗവായാണ് ആ സംഘത്തിന്റെ തലവനായിരുന്നത്. നമ്മുടെ രാജ്യത്തെ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഭരണഘടന നമ്മെ ശക്തരും ഏകീകൃതരുമായി നിലനിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഭരണഘടനയിൽ വിശ്വസിക്കുക. ഒരു ദിവസം മണിപ്പൂരിൽ പൂർണ്ണമായ സമാധാനം തിരിച്ചെത്തും. രാജ്യം മുഴുവൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് പോലെ ഈ സംസ്ഥാനവും അഭിവൃദ്ധി പ്രാപിക്കും എന്ന ഉറപ്പാണെന്ന് BR ഗവായ് മണിപ്പൂർ ജനതയ്ക്ക് നൽകിയത്. ഈ ജനാധിപത്യ ക്രമത്തിൽ നമ്മുടെ നീതിന്യായ സംവിധാനം എവിടെ നിൽക്കുന്നുവെന്നതും എന്തൊക്കെ വെല്ലുവിളി നേരിടുന്നുവെന്നതും നാം നേരിൽ കാണുന്നതാണ്. ജനാധിപത്യ സംവിധാനത്തെ വികസിപ്പിക്കാനും പരിപക്വമാക്കാനും ജുഡീഷ്യറിക്ക് എത്രമാത്രം പങ്കുവഹിക്കാനാകും എന്നതും തലങ്ങും വിലങ്ങും ചർച്ചയാകാറുണ്ട്. ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രധാന വിധികൾ പുറപ്പെടുവിക്കുമെന്ന വിശ്വാസം പ്രതീക്ഷയും പ്രകാശവുമാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.